നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിൽക്ക് സ്പോയിലേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേർഡ്ലിംഗ് ഓഫ് എ മിൽക്ക് ഈസ് പ്രൈമർലി ഡ്യൂ ടു. എന്തുകൊണ്ടാണ് കേർഡ്ലിംഗ് പാലിൽ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ലിപ്പോലൈസിസ്, ഓപ്ഷൻ ബി കസെയിൻ ഡീനാച്ചുറേഷൻ, ഓപ്ഷൻ സി ഷുഗർ ഫെർമെന്റേഷൻ, ഓപ്ഷൻ ഡി ഫാറ്റ് ഓക്സിഡേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കസെയിൻ ഡീനാച്ചുറേഷൻ. കേർഡ്ലിങ്ങിന് കാരണം മിൽക്കിലെ പ്രോട്ടീനാണ്. അതായത് മിൽക്കിലെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കസെയിൻ. ഇത് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി വഴിയായിട്ടാണ് മിൽക്കിലെ കസെയിന് ഡീനാച്ചുറേഷൻ സംഭവിച്ച് കേർഡ്ലിംഗ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മേജർ മൈക്രോബിയൽ കോസ് ഓഫ് മിൽക്ക് കേർഡ്ലിംഗ് ഈസ്. മിൽക്ക് കേർഡ്ലിങ്ങിന് കാരണമാകുന്ന ഒരു മൈക്രോ ഓർഗാനിസം. ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ലാക്ടോകോക്കസ് ലാക്ടിസ്, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ് എയറോജിനോസ, ഓപ്ഷൻ സി ബാസില്ലസ് സബ്റ്റിലിസ്, ഓപ്ഷൻ ഡി ക്ലോസ്ട്രീഡിയം ബോട്ടുലീന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലാക്ടോകോക്കസ് ലാക്ടിസ്. Third question, a common bacterial cause of ropinus in milk is. പാലിലെ റോപ്പിനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ബാസില്ലസ് സിറിയസ്, ഓപ്ഷൻ ബി ആൽക്കലിജീൻസ് വിസ്കോലാക്റ്റിസ്, ഓപ്ഷൻ സി ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്, ഓപ്ഷൻ ഡി ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആൽക്കലിജീൻസ് വിസ്കോലാക്റ്റിസ്. അതായത് പാലില് കേടാവുമ്പോൾ അതിലൊരു വഴുവഴുപ്പ് പോലെ വരും. അതാണ് റോപ്പിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാലില് റോപ്പിനസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് ആൽക്കലിജീൻസ് വിസ്കോലാക്റ്റിക്കസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റോപ്പി മിൽക്ക് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത്. അതായത് പാലില് റോപ്പിനസിന് കാരണമാകുന്ന പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൈക്രോ ഓർഗാനിസം ആണ് കൂടുതൽ പാലിലെ റോപ്പിനസിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ. ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഓപ്ഷൻ ബി കോളിഫോംസ്, ഓപ്ഷൻ സി സൈക്രോട്രോഫ്സ്, ഓപ്ഷൻ സി തെർമോഡ്യൂറിക് സ്പോർസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സൈക്രോട്രോഫ്സ്. സൈക്രോട്രോഫ്സ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് കോളിഫോം ബാക്ടീരിയകളാണ് ഇതിൽ വരുന്നത്. ഇവർ മെയിൻ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് 7 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ടാണ് സൈക്രോട്രോഫിക്സ് ബാക്ടീരിയകൾ ഗ്രോ ചെയ്യുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് കോമൺലി പ്രൊഡ്യൂസ്ഡ് ഇൻ മിൽക്ക് സ്പോയിലേജ്. മിൽക്ക് സ്പോയിലേജിന് ചിലപ്പോൾ കാരണമാകുന്നത് അതിൽ വരുന്ന ഗ്യാസ് ഫോർമേഷൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്യാസ് മൂലമാണ് മിൽക്ക് സ്പോയിലേജ് ആവുന്നത്? ആൻസർ ഓപ്ഷൻ. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി NO2, ഓപ്ഷൻ ഡി NO. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഹൈഡ്രജൻ സൾഫൈഡും മിൽക്കില് ഗ്യാസ് മൂലമുള്ള സ്പോയിലേജിന് കാരണമാകുന്നുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, സ്ട്രോമി ഫെർമെന്റേഷൻ ഇൻ ലിറ്റ്മസ് മിൽക്ക് ഈസ് ഡ്യൂ ടു. മിൽക്കിലെ സ്ട്രോമി ഫെർമെന്റേഷന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? ആൻസർ ഓപ്ഷൻ. ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്, ഓപ്ഷൻ ബി E. coli,
ഓപ്ഷൻ സി സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ഓപ്ഷൻ ഡി മൈക്രോകോക്കസ് ലൂട്ടിയസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. ഇതൊരു അനൈറോബിക് ബാക്ടീരിയ ആണ്. അനൈറോബിക് ഫെർമെന്റേഷൻ വഴിയായിട്ടാണ് ഈ സ്ട്രോമി ഫീലിങ്സ് അവിടെ പാലിൽ വരുന്നത്. 7th ക്വസ്റ്റ്യൻ, റെഡ് കളറേഷൻ ഓഫ് മിൽക്ക് ഈസ് കോസ്ഡ് ബൈ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ പാല് കേടാവുമ്പോൾ അതിൽ റെഡ് കളർ ഉണ്ടായിരിക്കും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൈക്രോ ഓർഗാനിസം കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? ഓപ്ഷൻ എ സെറേഷ്യ മാർസിസെൻസ്, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ് ഫ്രാഗി, ഓപ്ഷൻ സി ബാസിലസ് സബ്റ്റിലിസ്, ഓപ്ഷൻ ഡി ക്ലോസ്ട്രീഡിയം ടൈറോബ്യൂട്ടാരിക്കം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സെറേഷ്യ മാർസിസെൻസ്. 8th ക്വസ്റ്റ്യൻ, ഗ്രീനിഷ് ടിന്റ് ഇൻ സ്പോയിൽഡ് മിൽക്ക് ക്യാൻ റിസൾട്ട് ഫ്രം. ചിലപ്പോൾ പാലിന് ഗ്രീനിഷ് ടിന്റിന് കാരണമാകും. ഏത് ഓർഗാനിസം ആണ് അതിന് കാരണമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ഓപ്ഷൻ ബി ബാസിലസ് സിറിയസ്, ഓപ്ഷൻ സി മൈക്രോകോക്കസ് വാരിയൻസ്, ഓപ്ഷൻ ഡി ഈക്കോളൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്. 9th ക്വസ്റ്റ്യൻ, ലിപ്പോലൈസിസ് ഇൻ മിൽക്ക് ലീഡ്സ് ടു. പാലിൽ ഉണ്ടാകുന്ന ലിപ്പോലൈസിസ് എന്തിനാണ് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ സോർ ടേസ്റ്റ്, ഓപ്ഷൻ ബി സ്ലൈമിനെസ്, ഓപ്ഷൻ സി റാൻസിഡ് ഫ്ലേവർ, ഓപ്ഷൻ ഡി ബിറ്റർനെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റാൻസിഡ് ഫ്ലേവർ. മിൽക്കിന്റെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ട്രൈഗ്ലിസറൈഡ് ആയി മാറും. ഇത് ഫ്രീ ഫാറ്റി ആസിഡിന്റെ പ്രൊഡക്ഷനും ഗ്ലിസറോളിന്റെ പ്രൊഡക്ഷനും കാരണമാകും. ഇതിന് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്. അതുകൊണ്ടാണ് ഇവിടെ മിൽക്കില് ലിപ്പോലൈസിസ് നടക്കുമ്പോൾ റാൻസിഡ് ഫ്ലേവർ വരുന്നത്. 10th ക്വസ്റ്റ്യൻ, സോർ കേർഡ്ലിംഗ് ഈസ് കോസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ്. സോർ കേർഡ്ലിങ്ങിന് കാരണമാകുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന ഗ്യാസ്. ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി ഓർഗാനിക് ആസിഡ്, ഓപ്ഷൻ ഡി അമോണിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഓർഗാനിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ വഴിയായിട്ടാണ് പാലില് സോർ കേർഡ്ലിംഗ് ടേസ്റ്റ് വരുന്നത്. അതിന് കാരണം ഓർഗാനിക് ആസിഡ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.